ഖുർആൻ പഴയ കിതാബുകളെ മുഴുവൻ നസ്ഖ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഖുർആനിൽ ഹുദയുണ്ട്, സന്മാർഗമുണ്ട്. പഴയ കിതാബുകൾക്ക് പിന്നാലെ പോകേണ്ടതില്ല. അത് പഠിക്കാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് പരിശുദ്ധ ഖുർആനാണ് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. പഴയ കിതാബുകൾ അത് പൊതുജനങ്ങളായ മുസ്ലിമീങ്ങൾക്ക് അത് വായിക്കുക എന്നത് അനുവദനീയമായ കാര്യമല്ല. ശ്രദ്ധിക്കുക. മറിച്ച് അത് വായിക്കാൻ അനുവാദമുള്ളത് അഹ്ലുൽ കിതാബിനെ ഈ ദീനിലേക്ക് ക്ഷണിക്കുകയും മറ്റും ചെയ്യേണ്ടുന്ന, അവർക്ക് മറുപടി പറയുകയൊക്കെ ചെയ്യേണ്ടുന്ന അതിന് പ്രാപ്തരായ ആഴത്തിൽ വിജ്ഞാനമുള്ള ആളുകൾക്കാണ്. അവർക്ക് അതിന് അനുവാദമുണ്ട് ഈ ലക്ഷ്യത്തിനു വേണ്ടി. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ അവരുടെ കിതാബുകളിൽ നിന്ന് അവർക്ക് മറുപടി പറഞ്ഞത് കാണാം. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥമാണ് അൽ ജവാബു സഹീഹ് ലിമൻ ബദ്ദല ദീൻ അൽ മസീഹ്. മസീഹിൻ്റെ ഗ്രന്ഥം മാറ്റിമറിച്ചവർക്കുള്ള ശരിയായ മറുപടി. അവരുടെ കിതാബുകളിൽ നിന്ന് ഷെയ്ഖുൽ ഇസ്ലാം അവർക്ക് മറുപടി പറയുന്നു. അതുപോലെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കിതാബാണ് ഹിദായത്തുൽ ഹയാറ ഫി അജൂബത്തിൽ യഹൂദി വൻ നസാറ. യഹൂദി നസ്രാനികൾക്ക് മറുപടി പറയുന്ന ഇബ്നുൽ ഖയ്യിമിൻ്റെ ഗ്രന്ഥമാണ്. അവരുടെ വാദഗതികൾ ഷെയ്ഖുൽ ഇസ്ലാം അതിലൂടെ ഖണ്ഡിച്ചത് കാണാം. അതല്ലാതെ പൊതുജനങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ പോവുക എന്നത് അനുവദനീയം. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും മുമ്പ് വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അല്ലാഹു അലം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അൽഹംദുലില്ലാഹ് ഖൈർ. മറ്റുള്ള മതക്കാരുടെ ഗ്രന്ഥങ്ങൾക്ക് പിന്നാലെ അത് പഠിക്കാൻ സാധാരണക്കാരായ ആളുകൾ അതിൻ്റെ പിന്നാലെ പോവുക എന്നത്, അവൻ പഠിക്കേണ്ട അത്യാവശ്യമായ ദീനീ നിയമങ്ങളെക്കുറിച്ച് പോലും അജ്ഞനായിരിക്കും, പലപ്പോഴും അറിവുണ്ടാവുകയില്ല. ഖുർആൻ ശരിക്കും പാരായണം ചെയ്യാൻ പോലും അറിയാത്ത ആളുകൾ, സുബ്ഹാനല്ലാഹ്, കേവല പാരായണം പോലും അറിയാത്ത ആളുകൾ മറ്റുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത് കാണാം. ശരിയല്ല. അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കൂ. അതിന് നേരമുണ്ട് നമുക്ക്? ഇല്ല, സമയം വളരെ വളരെ കുറവാണ് ഇപ്പോൾ. സമയത്തിൻ്റെ ബറക്കത്ത് പ്രിയ സഹോദരങ്ങളെ അങ്ങേയറ്റം കുറഞ്ഞിട്ടുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.